ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിലും ബജറ്റിലുമെത്തിയ ചിത്രമാണ് ബബ്ബബ്ബ. ആദ്യദിനം വമ്പൻ കളക്ഷൻ നേടിയ ചിത്രം മൂന്നാം വാരത്തിലേക്ക് എത്തുമ്പോഴേക്ക് വാഷൌട്ടിന്റെ വക്കിലാണ്. പലയിടത്തും ആളില്ലാതെ ഷോയെല്ലാം ക്യാൻസലാവുകയാണ്. ക്രിസ്മസ് അവധി പോലും മുതലെടുക്കാനാകാതെ ചിത്രം ബോക്സ് ഓഫീസ് പരാജയത്തിലേക്കാണ് കുതിക്കുന്നത്. ഇതുവരെ വെറും 45 കോടി മാത്രമാണ് ചിത്രം നേടിയത്. ആദ്യ വീക്കെൻഡിൽ 32 കോടി നേടിയ ചിത്രം പിന്നീടുള്ള 7 ദിവസത്തിൽ നേടിയത് വെറും 12 കോടിയാണ്. ക്രിസ്മസ് ദിനത്തിൽ ചിത്രം 2 കോടി പോലും നേടിയിരുന്നില്ല. 40 കോടി ബജറ്റിലെത്തിയ ചിത്രം നിർമ്മാതാവിനെയും വിതരണക്കാരനെയും സേഫാക്കാൻ മിനിമം 65 കോടിയെങ്കിലും നേടണം. എന്നാൽ അത്രയും വലിയ കളക്ഷൻ ഇനി ചിത്രം നേടാൻ സാധ്യതയില്ല. ഇതോടെ ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി ബബ്ബബ്ബ മാറിയിരിക്കുകയാണ്. ദിലീപിന്റെ തിരിച്ചുവരവെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ട ചിത്രമായിരുന്നു ബബ്ബബ്ബ. എന്നാൽ താരത്തിന്റെ കരിയറിലെ വലിയ പരാജയങ്ങളിലൊന്നെന്ന മോശം നേട്ടവും ബബ്ബബ്ബ സ്വന്തമാക്കി. മലയാളത്തിന്റെ മഹാതാരം മോഹൻലാലിന്റെ അതിഥിവേഷത്തിന് പോലും ബബ്ബബ്ബയെ രക്ഷപ്പെടുത്താനായില്ല. ഗില്ലി ബാല എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തെ പല റിവ്യൂവർമാരും വലിച്ചുകീറി. OTT റിലീസിന് ശേഷം ട്രോളന്മാരുടെ ഇരയായി ചിത്രം മാറുമെന്നാണ് പല സിനിമാ പേജുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ജനുവരി പകുതിയോടെയാകും ചിത്രത്തിന്റെ OTT റിലീസ്.